ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഔട്ട്ലൈനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ പുതിയൊരു ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ഫോണിലാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതായിരുന്നു എൻ്റെ ഓൾഡ് ഫോൺ. അപ്പോൾ ഈ ഒരു ഫോണിൽ നോക്കിയിട്ടായിരുന്നു ഞാൻ നേരത്തെ ഔട്ട്ലൈൻ ചെയ്തിരുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല ഈ ഒരു ഫോണിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് വരച്ച് നമ്മൾ കൂടിയാണ് നിങ്ങളെ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ നല്ല രീതിയിൽ ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ വരച്ച് തുടങ്ങാൻ പോകുന്ന കണ്ണാടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ആ കണ്ണാടി വരുന്നത് ഏത് കോളത്തിലാണെന്ന് വെച്ചാൽ ആദ്യം ആ ഒരു കോളം നമ്മൾ എണ്ണിയെടുക്കുക. ആദ്യം നമ്മൾ ആ ഫോട്ടോയിൽ എണ്ണി നോക്കിയിട്ട് ആ എണ്ണ തന്നെ നമ്മൾ പേപ്പറിലും എണ്ണിയെടുക്കുക. അപ്പോൾ നമുക്കിനി ആ പേപ്പറിൽ ആ ഒരു കോളം എവിടെയാണെന്ന് വെച്ചാൽ നോക്കി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ എണ്ണിയെടുത്തിട്ട് ആ ഒരു കോളത്തിൽ ഡോട്ട് ഇടുക. അതായത് കോളം മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ട് ഇടുന്നത്. അവിടെ നിന്ന് നാലാമത്തെ കോളത്തിലാണ് വരുന്നത്. എന്നിട്ട് അവിടെ ചെറിയ ഡോട്ട് ഇടുക. അവിടെ നമുക്ക് താഴേക്ക് എണ്ണി നോക്കണം. അപ്പം ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം ആറാമത്തെ കോളത്തിലാണ് ആ ഒരു ഭാഗം വരുന്നത്. അപ്പം നമ്മളവിടെയും ചെറിയ ഡോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വരച്ച് തുടങ്ങാം. വരയ്ക്കുമ്പോൾ ആ ഒരു കോളം നമ്മൾ ഏത് ഭാഗമാണ് വരയ്ക്കുന്നത് ആ ഒരു കോളം ഫോണിൽ സൂം ചെയ്യുക, എന്നിട്ട് വരച്ച് തുടങ്ങുക. അപ്പം ഞാൻ വരയ്ക്കുന്ന നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. പിന്നെ നിങ്ങൾ വരച്ച് തുടങ്ങുമ്പം ഒറ്റ ഇതിൽ വരച്ച് പോകാണ്ട് ആ ഒരു കോളത്തിൽ വരയ്ക്കുമ്പോൾ ആ ഒരു നമ്മൾ വരച്ച് തുടങ്ങിയത് എവിടേക്കാണോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നും അത് എവിടം വരെ ഉണ്ടെന്നും ആ ഒരു എൻഡും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇടയ്ക്കൊരു ഡോട്ടൊക്കെ ഇട്ട് വരച്ച് പോവുക. ആ ഒരു കോളത്തിൻ്റെ ഫുള്ളായിട്ട് ആ ഒരു ഭാഗം വരുന്നില്ല. അപ്പം ഇതിപ്പം ഈ കണ്ണാടിയുടെയൊക്കെ ഭാഗം ഇവിടെ വരെയൊക്കെ വരുന്നുള്ളൂ. അപ്പം ആ ഒരു ഭാഗം ഞാൻ ഇതുപോലെ നോട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. എന്നിട്ട് അതുപോലെ ആ വരകൾ തമ്മിൽ കൂട്ടി മുട്ടിച്ച് വരച്ച് പോവുക. അതായത് ഒറ്റ ഇതിലായിട്ട് വരയ്ക്കാണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരച്ച് പോകും. അതായത് നമുക്ക് ചില വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എൻഡ് എവിടെ വരെയാണ് ആ കണ്ണാടിയുടെ ഭാഗം വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം ആ ഒരു കുളത്തിൽ എന്തര ഭാഗം വരുന്നുണ്ട്, എന്തര എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണ് തീരുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരച്ച് പോവുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രിഡ് മെത്തേഡാണ് നമുക്ക് പെട്ടെന്ന് ഔട്ട്ലൈൻ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. കാരണം നമുക്ക് ഗ്രിഡ് മെത്തേഡാണെങ്കിലും നല്ല സമയത്ത് തന്നെ ഔട്ട്ലൈൻ ചെയ്യണം. തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ തെറ്റിപ്പോകുന്ന ഭാഗങ്ങളൊക്കെ മായ്ച്ചിട്ട് സമയത്ത് തന്നെ ചെയ്യുക. പിന്നെ മായ്ക്കുമ്പോൾ ഗ്രിഡ് ലൈൻസ് മായ്ക്കാണ്ട് തെറ്റിപ്പോയ ഭാഗം മാത്രം മായ്ച്ചിട്ട് ക്ലിയർ ചെയ്യുക.
പിന്നെ മിക്കവർക്കും വരയ്ക്കുമ്പം തെറ്റിപ്പോകാനുള്ള ചാൻസുള്ള കാര്യങ്ങളൊക്കെയാണ് മൂക്ക്, കണ്ണ്, ചുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പം. അപ്പം നമുക്ക് അതിനൊക്കെ പ്രത്യേകം ഒരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് തന്നെ റിപ്പീറ്റ് വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വരച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായിക്കോളും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്, നമ്മൾ തെറ്റിപ്പോവും എന്ന് കരുതിയിട്ട് നിങ്ങളത് ഇടച്ച പോലെ നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ശരിയാക്കി എടുക്കാമെന്നൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ ഇത്തിരി സ്പീഡപ്പ് ആക്കാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. ഇപ്പോൾ മെയിൻ പാർട്സൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞ് നമുക്ക് ഫേസിൻ്റെ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം ഒന്ന് ചെയ്ത് വിട്ടാൽ മതി. പിന്നെ ഡ്രസ്സോട് വരച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് മുടി വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് മുടി വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ സെപ്പറേറ്റ് വീഡിയോ വേറെ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്താ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഇപ്പം കണ്ണ് വരയ്ക്കുന്നെങ്കിൽ അത്, ഈ പറഞ്ഞ പോലെ മൂക്കാണെങ്കിൽ അത്, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് വരച്ച് ട്യൂട്ടറായിട്ട് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഔട്ട്ലൈനൊക്കെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നമുക്കത് വലിയ താമസിക്കാതെ ചെയ്യാം. അപ്പോൾ അത് ഞാനിപ്പോൾ ആദ്യം തൊട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള വീഡിയോ എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഔട്ട്ലൈനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാം. ഇനി നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.